ആരത്? ഞാനാ മല്ലി. മല്ലിയാണേലും മുളവാണേലും ആത്താരൂല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. നാളെ തന്നെ യവന്മാരെയൊക്കെ തെളിക്കണ്ടത്തിലിറക്കി നല്ല ഇടിവെട്ടായിട്ട് റിവേഴ്സിലുള്ള കണക്കിട്ട് നമ്മളവനും കായകളല്ലേ കേട്ടാ. കപ്പാണ് കപ്പ് ഇല്ലേ? റോഫി ആ ചെല്ലി. എന്തൊരു ചെല്ലക്കിളി ഈ വഴിക്കൊക്കെ. അത് ഈ വെട്ടുപോത്തിനെ കാണാനെ കൊണ്ട്. വെട്ടുപോത്തോ? ഓ തന്നെ. ഞാൻ അങ്ങനത്തെ ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയത്. ഉള്ളത് പറയാവില്ലേ, ഈ ഇടത്തെ കണ്ട് മാത്രമേ പീസായി പോയിട്ടില്ല ഏട്ടാ. കാതുകളൊക്കെ നല്ല ഞെരിപ്പായിട്ടേക്കാം. അല്ല, അത് എന്തായതാന്നൊക്കെ അറിഞ്ഞിട്ടും ഒരു പരിചയമില്ലാത്ത പോലെ പെരുമാറിയപ്പോ. പരിചയം കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല ഏട്ടാ. പണ്ടത്തെ ഒന്നും ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. രണ്ടുപേർക്കും നഷ്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളു. അതൊക്കെ പോട്ട്. ഇപ്പൊ ചെല്ലക്കിളി വന്ന എന്തിരുന്നീ? അത് അമ്മ പിന്നെ കരഞ്ഞാണോ അല്ലേ? ഇനിയും ആ കണ്ണീരിനെ ഇങ്ങനെ കളിയാക്കി തള്ളരുത്. ഇതൊന്നും പറയാൻ ഞാൻ ആളല്ലെന്നറിയാം. പക്ഷെ ആ അമ്മയെ എനിക്കറിയാം. ഒരിക്കൽ പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ആ പാവം. ഇനിയും അത് കാണാൻ വയ്യാത്തോണ്ടാ പിന്നെയും ഞാൻ വന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വന്ന കാര്യം അറിഞ്ഞപ്പോ തൊട്ട് ഒരു യാത്ര പോലും പറയാതെ തിരിച്ചു പോകുമെന്ന് പേടിച്ച് കരഞ്ഞിരിക്കുക അവിടെ. അതാണ്. എന്തെന്റെ പേരിലായാലും കാണാൻ ആളുള്ളതുകൊണ്ട് ആ കണ്ണീരിനൊരു വിലൻ. പക്ഷേ ഈ ഒറ്റക്കണ്ണന്റെ കണ്ണീര് കാണാൻ മുകളിലാകാശവും താഴെ കുറെ കന്നുകാലികളെ ഉള്ളൂ എന്ന് ചെറുപ്പത്തിലെ മനസ്സിലായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ കണ്ണീരെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ കളിതമായിച്ചാണ്. എന്തായാലും ചെല്ലക്കിളി ഇതുവരെ വന്നതല്ലേ, പോയി പറഞ്ഞേക്ക് പരാതികളൊന്നുമില്ലെന്ന്. എന്നാലും അമ്മയ്ക്ക് സന്തോഷാവാനും ഒന്ന് വന്ന് കണ്ടൂടെ? ഒരു മോന്റെ അധികാരത്തെ ആ വാതിലിൽ ചെന്ന് മുട്ട ഇപ്പോഴും പേടിയാണ്. അമ്മയുടെ പേടിയാണ് കേട്ടാ. പക്ഷേ ഇങ്ങാട്ട് കയറി വരാൻ ആരും പേടിക്കേണ്ട കാര്യമില്ല. പോരെ. അപ്പൊ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് നിന്റെ വ്യാപാരമൊക്കെ? ഇപ്പൊ സീസണാ. എന്തര്? നല്ല കച്ചവടാന്ന്. ഓ അങ്ങനെ. അപ്പൊ ചെല്ലക്കിളി ചെല്ലി. ചെല്ലക്കിളിയല്ല, മല്ലി. ശരി, മല്ലിക്കിളി ചെല്ലി. നീ എന്തിനാണ് എന്നെ പിറക്കെന്ന് ഒന്ന് കുത്തിയത്? ആര് പറഞ്ഞിട്ടാണ് ഈ പിച്ചാത്തിക്കളി? പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൊരവള്ളി ആരും രാജശെൽവം മുതലാളി പറഞ്ഞിട്ടാ. ചില കമ്മ്യൂണിസ്റ്റ് വച്ച പിഴിഞ്ഞു വെച്ചാൽ ത്വാരണ മുറിവേ ഉള്ളു. എന്തിനാണ് ഈ സൂചികളെല്ലാം കുത്തി കയറ്റണത്? നീയാണ് കേട്ടാ ഇതിനകത്തിനാണി. അതെ, ടെറ്റ്നസ് ആവാതിരിക്കാനാ. എന്റെ സൗകര്യം ടൈറ്റാനിക് ആയാലും എന്തായാലും വേന തന്നെയല്ലേ. എന്താ പറ്റിയ? എന്തൊരു പറ്റാ? യവന ഒരുത്തമെന്ന് ഞാണ്ടിട്ട് പോയി, അത്രേ ഉള്ളു. ഇതിനിപ്പോ എല്ലാരും കൂടെ പ്യാടിച്ചോടി വരേണ്ട കാര്യം എന്തര്? എന്നിട്ട് മാണിക്ക് അവനെ പിടിച്ചില്ലേ? ആളെ കണ്ടിട്ട് വേണ്ടേ പിടിക്കാൻ? അവന്റെ ഇടത്തുവാക്കിനല്ലേ വന്നത്. ഈ കുട്ടി ഉണ്ടായിരുന്നില്ല കൂടെ? നീ ആളെ കണ്ടിട്ടില്ല? ഞാൻ കണ്ടോന്ന് ചോദിച്ചാ കണ്ടിട്ടില്ല. എങ്ങനെ കാണേ? എവളങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തല്ലേ സംഭവം നടക്കണത്. എന്തരായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? മല്ലി, സത്യം പറ, എന്താ ഉണ്ടായത്? നീ എന്തിനാ അവളോട് ചോദിക്കണത്? മുറിഞ്ഞ എനിക്കല്ലേ? ഞാൻ പറഞ്ഞ വിശ്വാസം വരൂലേ? 10 വയസ്സ് തൊട്ട് കാണാൻ തുടങ്ങിയ ഞാൻ ഈ ഏട്ടനെ കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും. അതിനിപ്പോ ഇവിടെ ആര് കള്ളം പറഞ്ഞടേ? വേണ്ട, പഠിപ്പിച്ച മാഷ് എന്നൊന്ന് തല്ലിയതിന് പാട് കണ്ടപ്പോ സങ്കടപ്പെട്ട് രാത്രിക്ക് രാത്രി തന്നെ തിരിച്ചു തല്ലാൻ ഇറങ്ങി പുറപ്പെട്ട ആള് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ കള്ളം പറയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഏട്ടൻ എനിക്ക് നേടി തന്ന ആ വലിയ പഠിപ്പിന് ബുദ്ധിയൊന്നും വേണ്ട. അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്തര്? അതിന് മാത്രം ഇവിടെ എന്തരുണ്ടായി? നീ എവിടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കിട്ട് വരി. പോവാ, മതി മരുന്നും മന്ദരമൊക്കെ. എന്നാ നിങ്ങൾ ചെല്ല്. ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ. വിട്ട് കള വർക്കിച്ച ചീള് കേസുകള്. മാണിക്കത്തിരുന്ന് ചീള് കേസാ, പക്ഷെ വർക്കിച്ചിരുന്നൊരു തോൽവിയാ. ഈ എടവും മലവും ചേർന്ന് കാലം കുറയായി വർക്കിച്ചൻ കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ തടിയിലൊരു പോറലേറ്റിട്ടില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നതുണ്ടായി. അതെനിക്കൊരു തോൽവി തന്നെയാ. ആളെ കണ്ടില്ലെങ്കിൽ വേണ്ട, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി അത് ഏത് നായിന്റെ മോന്റെ കത്തിയാണെന്ന് അളന്ന് കണ്ടുപിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ. ആ അഭ്യാസം ഇപ്പോഴും മറന്നിട്ടില്ല കിൻഡൽ വർക്കിച്ചൻ. ഏട്ടനൊന്നും പറയണ്ട, ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം. തീരുമാനിക്ക്, എന്തൊരു വേണ്ട തീരുമാനിക്ക്. പക്ഷെ ഈ രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോണില്ലല്ലേ? ഞങ്ങളുടെയൊക്കെ ലോകം നിങ്ങളൊരാൾ മാത്രമോ? അതുമ്പോ തൊട്ട് കളിക്കാൻ വന്നൊരു സമയം കൊടുത്താ അത് ഞങ്ങക്ക് മാനക്കേടാ. പറഞ്ഞേക്കടേ.
ഏതാണ്ട് രണ്ടറ്റവും കൂടെ ഒത്തുവരാൻ തുടങ്ങിയ നേരത്താണ് എന്റെ ഭഗവാനെ ആ കഴുതക്ക് എന്റെ കൂടെ ഇങ്ങനെ ഒരു ബുദ്ധിമോശക്കേട് കാണിക്കാൻ തോന്നിയത്. ഈ കലിപ്പ് വെച്ച് ഇനി യവന്മാര് മൂന്നുപേരും കൂടെ എന്തരൊക്കെ കാണിക്കുവോ എന്തോ.